ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്നില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പി ഉണ്ട്. അത് കൂടാണ്ട് ഒരു കുഞ്ഞു ഫോട്ടോഷൂട്ടിൻ്റെ വീഡിയോയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് റെസിപ്പി നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 50 ഗ്രാം അളവിൽ ബട്ടറും പിന്നെ അരക്കപ്പ് അളവിൽ ചോക്ലേറ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മെൽറ്റാക്കിയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഓവനിലാണ് മെൽറ്റാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഡബിൾ ബോയിൽ ചെയ്തിട്ടും ചെയ്യാം. ഇനിയിപ്പോൾ അതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്, പൊടിച്ചിട്ടൊന്നുമല്ല. അപ്പം ഒരു 1/3 കപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണും കൂടി ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഓരോ മുട്ടയായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്, പിന്നെ മറ്റേ മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പം തന്നെ നമ്മൾ ഷുഗറൊക്കെ നല്ല പോലെ മെൽറ്റായിട്ട് വന്നോളും. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ പൊടിക്കാനൊന്നും നിന്നിട്ടില്ല. ഇനിയിപ്പോൾ ഇതാ ഒരു അരിപ്പ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് അളവിൽ മൈദയും പിന്നെ 1/3 കപ്പ് അളവിൽ കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ല പോലെ ഇതൊന്ന് സീവ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഡയറക്റ്റ് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ബൗളിൽ അരിച്ചെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ ആകുമ്പോൾ പിന്നെ വേറെ പണിയൊന്നുമില്ലല്ലോ, ഡയറക്റ്റ് ചെയ്താൽ മതി. ഇനി ഇതേ അരിപ്പയിലേക്ക് തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും പിന്നെ 1 നുള്ള അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതുകൂടി അരിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ഇതിപ്പം വിസ്ക് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിൽ ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതുപോലെ വിസ്ക് വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇതാ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല, ഈ ഒരു വിസ്ക് വെച്ചിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ 1/2 ഇഞ്ചിൻ്റെ ടിൻ എടുത്തിട്ടുണ്ട് കേട്ടോ. 6 ഇഞ്ച് ടിന്നാണ്. അപ്പോൾ അതിലേക്ക് ഈ ഒരു ബാറ്റർ പകുതി ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ കുറച്ച് ചോക്ലേറ്റ് പീസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനില്ലേ ബ്രൗണി റെസിപ്പി ഇതിന് മുന്നേയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കുറച്ചിങ്ങനെ ഫാസ്റ്റായിട്ട് കാണിച്ചിട്ടുള്ളത്. പക്ഷേ എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ അതുപോലെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഇതാ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനില്ലേ ഇതിലേക്ക് വാനില എസൻസ് ചേർക്കാൻ വിട്ടുപോയി. നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുക. പക്ഷേ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ആ ഒരു ഇടാത്ത ഒരു ഫീലേ വന്നിട്ടില്ല. അപ്പോൾ ഇല്ലെങ്കിലും ഇതുപോലെ ആക്കി നോക്കുക, നല്ല ടേസ്റ്റ് ഉണ്ടായിന്. ഇനി കുറച്ചും കൂടി ചോക്ലേറ്റ് പീസസ് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിവിടെ 180 ഡിഗ്രിയിൽ ഒരു 1/2 അവർ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, എന്നിട്ട് ആയാൽ നോക്കുക കേട്ടോ. അപ്പം നമ്മൾ ബ്രൗണി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പം അതവിടെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഫോട്ടോഷൂട്ടില്ലേ അതിൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പം ഞാനില്ലേ ഇത് ഫുള്ളായിട്ട് ഒരു സെറ്റായിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായതാണ് കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ട് നമ്മൾ റൂമിൽ തന്നെ വെച്ചിട്ടാണ് ഫോട്ടോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ അവിടെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതില്ലേ മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു ഇപ്പോൾ ഓഗസ്റ്റ് 9. അപ്പോൾ അന്ന് എടുത്ത ഫോട്ടോഷൂട്ടൊക്കെയാണ് കേട്ടോ. ബർത്ത്ഡേയുടെ അന്ന് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഈ ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ ബാനറൊക്കെ ഒന്ന് ഞാൻ സെറ്റാക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ സെറ്റാക്കി കഴിഞ്ഞിട്ട് നോക്കുമ്പോഴാണ് മനസ്സിലായി അത് കുറച്ച് ഹൈറ്റിലായിപ്പോയി. പിന്നെ അതെടുത്ത് താലേക്ക് വെച്ച് പിന്നെ ഇവിടെ ഉണ്ടായ ഒരു പഴയ ട്രേ എടുത്തിട്ടില്ലേ അതിലേക്ക് നമ്മൾ ഫെദർ ക്ലോത്തില്ലേ അതൊക്കെ ഒന്ന് വിരിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓൻ അതിലിരുത്തിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഓനക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേ ഓടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ കുറച്ച് ബലൂൺസൊക്കെ ഒന്ന് വീർപ്പിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഒരു 1ൻ്റെ ആ ഒരു ഡെക്കറേഷനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സംഭവമില്ലേ അതും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ കുറച്ച് ഫോട്ടോസൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. കുറേ പണിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ലാസ്റ്റിൽ കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ റെസിപ്പിയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.